ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു സ്ലീവ് ഡിസൈൻ കാണാം. ഇത് നിങ്ങൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ബ്ലൗസുകളിൽ സ്റ്റിച്ച് ചെയ്യാവുന്ന ഒരു വർക്കാണ്. ഞാൻ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടൊരു 3 ലെയറിൽ ആരി ചെയിൻ സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ 3 ലെയറിൽ ഞാൻ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിലാണെങ്കിൽ നിങ്ങളിതൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന വർക്ക് നിങ്ങൾ നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ 3 ലെയർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നീഡിൽ നമ്പർ 10 ആണ് എടുത്തിട്ടുള്ളത്. ബീഡ്സ് എല്ലാം കോർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നീഡിൽ നമ്പർ 10 അല്ലെങ്കിൽ 11 തന്നെ നമ്മൾ എടുത്താൽ മതിയാകും. ബീഡ്സ് എളുപ്പത്തിൽ കോർക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴുള്ളതുപോലെ തന്നെ ബീഡ്സൊക്കെ ഈ വെൽവെറ്റ് ക്ലോത്തിൽ എടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഈ ക്ലോത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഉരുണ്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ വെൽവെറ്റ് ക്ലോത്തിലാണെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കും. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു വലിയ ബീഡും അതിനുശേഷം അതിനേക്കാളും കുറച്ച് കുഞ്ഞു ബീഡുമാണ് കോർക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ വച്ചിരുന്ന് നമുക്കെന്ത് ചെയ്യാം, ഇതങ്ങനെ തന്നെ താഴേക്ക് താഴ്ത്തി കൊടുക്കാം. എന്നിട്ട് ബാക്ക് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബീഡ്സിൻ്റെ ബാക്കിൽ വരണം. ഒരു ബീഡിൻ്റെ ബാക്കിൽ വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തുകൂടെ വീണ്ടും അപ്പുറത്ത് നമുക്ക് ബീഡെടുത്ത് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അതങ്ങ് ഫിക്സായിരിക്കും. കണ്ടോ, ഇതൊന്ന് ഫിക്സ്. ഇനി അതങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഊരത്തില്ല. ഇതുപോലെ തന്നെ നമുക്ക് അങ്ങ് അറ്റം വരെ കൊടുക്കാം. അതുപോലെ ആദ്യം ഒരു വലിയ ബീഡ്, എന്നിട്ടൊരു കുഞ്ഞു ബീഡ്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വച്ചതിന് ശേഷം ഇങ്ങനെ വച്ചതിന് ശേഷം എന്ത് ചെയ്യണം, ആദ്യം താഴേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും ഒരു ബീഡിൻ്റെ ബാക്കിലോട്ട് വരണം. ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബീഡ് ഫുള്ളും ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് ഫുള്ളും നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആരി വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുന്നോ അതുപോലെ തന്നെ ഈ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ആരി വർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ആദ്യത്തെ ലെയർ ഫുള്ളും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ലെയർ ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റിൽ ഞാൻ ഈ കുഞ്ഞ് ബീഡിലാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഞാൻ തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വലിയ ബീഡ് ആദ്യം കോർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുഞ്ഞു ബീഡ് കോർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ മാറ്റി മാറ്റി നിങ്ങൾ കോർക്കേണ്ടതാണ്. ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡ് എംബ്രോയിഡറി അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതെടുത്ത് പഠിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ഓൺലൈനിൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയില്ലെങ്കിലും നിങ്ങളുടെ ഡ്രസ്സിലെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ വർക്ക് ചെയ്തിടാവുന്നതാണ്. സെക്കൻഡ് ലെയർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് 3rd ലെയറാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ബുട്ടാസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വീറ്റ് ബീഡും ഒരു സ്മാൾ ബോൾ ബീഡുമാണ്. ഇതുപോലെ സെയിം ഗ്യാപ്പിൽ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനാണെങ്കിൽ ഇവിടെ ഒരു 3 സ്മാൾ ബീഡ്സ് കഴിഞ്ഞിട്ട് 4th ബീഡിലാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം അവിടെ ഒരു വീറ്റ് ബീഡ് കോർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്മാൾ ബോൾ ബീഡും കോർത്ത് കൊടുക്കാം. എന്നിട്ട് അതങ്ങനെ നേർക്ക് പിടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ പഴയതുപോലെ തന്നെ ഒന്ന് സൂചി കുത്തി താഴ്ത്തി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിലോട്ട് പോയി അതൊന്ന് ലോക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതേ പ്ലേസിൽ തിരിച്ച് പോയി വീണ്ടും ഒരു വീറ്റ് ബീഡും ഒരു സ്മോൾ ബോൾ ബീഡും കോർത്ത് ഇങ്ങനെ ചരിച്ച് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബാക്കിലോട്ട് വന്നിട്ട് ലാസ്റ്റിലുള്ള ആ സ്മോൾ ബീഡിൽ തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതേ പ്ലേസിൽ പോയി ഇതുപോലെ അപ്പുറത്തെ വശവും ഇതുപോലെ ചരിച്ച് വെച്ച് ഒരു സ്റ്റിച്ച് കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബുട്ടാസ് റെഡിയായി. ഇതുപോലെ തന്നെ നമുക്ക് സെയിം ഗ്യാപ്പിൽ അറ്റം വരെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.